കോതമംഗലം സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ പാടില്ലെന്നും ഒരിക്കൽ വിട്ടുകൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടില്ലെന്നും മുതിർന്ന നേതാവ് ടി.യു. കുരുവിള കോതമംഗലത്ത് പാർട്ടിയിൽ ചേർന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നേതാവായിരുന്ന ജെയിംസ് കോറമ്പേൽ ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർക്കാണ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തത്. കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച സ്ഥലമാണ് കോതമംഗലം. പാർട്ടിയുടെ ശക്തി കേന്ദ്രമെന്ന ഖ്യാതി നിലനിർത്താൻ പ്രവർത്തകർക്ക് ബാധ്യതയുണ്ടെന്ന് മുതിർന്ന നേതാവ് ടി.യു. കുരുവിള പറഞ്ഞു. കോതമംഗലം സീറ്റ് വച്ചുമാറുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട്. കോതമംഗലം വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരു തവണ പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ടി.യു. കുരുവിള പറഞ്ഞു. കേരള കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തരുമുണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോതമംഗലം എന്നുള്ള ആ പ്രഖ്യാപനം അന്നുണ്ടായിരുന്നു. ജോർജ് സാറ് പോയതിന് ശേഷവും ഈ നിയമമണ്ഡലം നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. കോതമംഗലത്തെ പ്രവർത്തകരായ നമുക്ക് അത് നിലനിർത്തേണ്ടതായ ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാധ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം കൊണ്ടാണ് സാധിക്കേണ്ടത്. ഇന്ന് പല രീതിയിലും പലരും പറയുന്നുണ്ട് കോതമംഗലം വെച്ച് മാറുന്നു എന്നൊക്കെ. ഒന്നും നമ്മുടെ കോതമംഗലം വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നമുക്കത് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കണം. വിവിധ പാർട്ടികളിൽ നിന്ന് കേരള കോൺഗ്രസിൽ ചേർന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നതിനായി നടത്തിയ സമ്മേളനം ടി.യു. കുരുവിള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫാണ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തത്. കോൺഗ്രസ് മുൻ നേതാവ് ജെയിംസ് കോറമ്പേൽ ഉൾപ്പെടെയുള്ളവരാണ് മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. എ.ടി. പൗലോസ് അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപുറം, ജോമി തെക്കേക്കര, റോയി സ്കറിയ, സി.കെ. സത്യൻ, റാണിക്കുട്ടി ജോർജ്, ബാബു പോൾ, ജോർജ് അമ്പാട്ട്, ആന്റണി ഓലിയപ്പുറം, ബിജു വെട്ടിക്കുഴ, സൗമ്യ ശശി, കെ.എം. എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.